പഴയ എ.ടി.എം കാർഡ് മാറ്റി പുതിയ എ.ടി.എം കാർഡ് എങ്ങനെയാണ് എ.ടി.എം കൗണ്ടറിൽ പോയി ആരുടെയും സഹായമില്ലാതെ ആക്ടിവേഷൻ ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ആദ്യമായി നിങ്ങളുടെ കയ്യിലുള്ള എ.ടി.എം കാർഡ് എസ്.ബി.ഐയുടെ എ.ടി.എം കാർഡാണെങ്കിൽ എസ്.ബി.ഐയുടെ എ.ടി.എം കാർഡുമായി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള എസ്.ബി.ഐയുടെ എ.ടി.എം കൗണ്ടറിലേക്ക് പോവുക. ഞാനിവിടെ കാണിക്കുന്നത് എസ്.ബി.ഐയുടെ എ.ടി.എം കാർഡാണ്, അതുകൊണ്ടാണ് എസ്.ബി.ഐയുടെ എ.ടി.എം കാർഡിലേക്ക് പോയിട്ടുള്ളത്. അതിനുശേഷം എ.ടി.എം മെഷീനിൽ നമ്മുടെ പുതിയ എ.ടി.എം കാർഡ് ഇൻസർട്ട് ചെയ്യുക. ഞാനിവിടെ ഇൻസർട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ ഇംഗ്ലീഷ്, അതർ ലാംഗ്വേജ്, മലയാളം. ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു കമ്പ്യൂട്ടറല്ല, ഒരു മനുഷ്യനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും 2 അക്കം നമ്മൾ കീബോർഡിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പഴയ എ.ടി.എമ്മിൻ്റെ പിൻ നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മുടെ ബാങ്കിൻ്റെ പാസ്ബുക്കിലുണ്ടാവും, അത് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകൾ പ്രസ് കറക്റ്റ് എന്നത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. 10 അക്കം മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം പ്രസ് കറക്റ്റ് കൺഫേം എന്നതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ബട്ടൺ അമർത്താവുന്നതാണ്. അപ്പോഴേക്കും നമുക്കൊരു റെസിപ്റ്റ് വരുന്നതായിരിക്കും. ഈ റെസിപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒറ്റത്തവണ പാസ്വേഡ് ബാങ്കിൽ നിന്നും അയക്കുന്നതാണ്. ഈ ഒറ്റത്തവണ പാസ്വേഡിന് 20 മിനിറ്റ് സമയമുണ്ടാവും. അതിനകത്ത് വെച്ച് നമ്മൾ വീണ്ടും എ.ടി.എം കൗണ്ടറിൽ വന്ന് വീണ്ടും നമ്മുടെ എ.ടി.എം കാർഡ് ഇൻസർട്ട് ചെയ്യുക. അതിനുശേഷം കുറച്ച് വെയിറ്റ് ചെയ്യുക. അതാ വന്നിട്ടുണ്ട്. നമ്മുടെ ഭാഷ ആദ്യം ചെയ്തതുപോലെ തിരഞ്ഞെടുക്കുക. വീണ്ടും നമ്മൾ ഒരു മനുഷ്യനാണെന്ന് തെളിയിക്കുന്നതിന് ഏതെങ്കിലും 2 അക്കങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈലിൽ വന്ന ഒറ്റത്തവണ പാസ്വേഡ് 4 അക്കം അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ക്രീൻ തെളിഞ്ഞു വരുന്നത് കാണാം. അവിടെ ശേഷം പിൻ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പുതിയ 4 അക്ക നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം എ.ടി.എം കാർഡിൽ ഉപയോഗിച്ച പിൻ നമ്പർ ഉപയോഗിക്കാൻ പാടില്ല. പുതിയ ഒരു പിൻ നമ്പർ വേണം അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ 4 അക്ക നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് എൻ്റർ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ട്രാൻസാക്ഷൻ ബീം പ്രൊസീഡ്, ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്. ഇനി നമ്മൾ നമ്മുടെ എ.ടി.എം കാർഡ് തിരിച്ചെടുക്കുക. സക്സസ് ആയിട്ടുണ്ട്. നമ്മുടെ പുതിയ പിൻ നമ്പർ പാസ്വേഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാസ്വേഡ് കറക്റ്റ് ആണോ എന്ന് നോക്കാം. നമ്മൾ വീണ്ടും നമ്മുടെ എ.ടി.എം കാർഡ് ഇൻസർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പുതിയ പിൻ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. കുറച്ച് വെയിറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ ഭാഷ തിരഞ്ഞെടുക്കുക. വീണ്ടും നമ്മൾ ഏതെങ്കിലും ഒരു 2 അക്ക നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പുതിയ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വന്നിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ബാങ്കിങ് എന്ന നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കാം. ബാലൻസ് ചെക്ക് ചെയ്യാം. ഇവിടെ ബാലൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പാസ്വേഡ് കറക്റ്റ് ആയതുകൊണ്ടാണ്, രജിസ്ട്രേഷൻ ആയതുകൊണ്ടാണ് ബാലൻസ് ചെക്ക് ചെയ്യാൻ സാധിച്ചത്. വീഡിയോ